ഇത്രയൊക്കെ ഞാൻ പെർഫോം ചെയ്തിട്ടും സൂപ്പർ എന്നൊരു വാക്ക് പറഞ്ഞോ ശിവാനി? അതിപ്പോ ഞാൻ പ്രത്യേകം പറയണോ? എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ച അതിന്റെ 10 മടങ്ങ് അമ്മ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പല്ലേ? അതെ, രണ്ടെണ്ണം കൂടി ഇവിടുന്ന് ഇറങ്ങി പോയിക്കുന്നത് എന്തൊക്കെയോ മലമറിക്കൊന്നും പറഞ്ഞിട്ടാ. പോയി എന്തെങ്കിലും പണി ഒപ്പിക്കൂടി മോളെ. എന്ത് പണി ഒപ്പിക്കാനാ? നിധിയാണ് അബോർഷൻ ടാബ്ലറ്റ് വാങ്ങിച്ചോണ്ട് വന്നതെന്ന് എല്ലാവരും വിശ്വസിച്ചു കഴിഞ്ഞു. ഇനി അതിനെ മാറ്റാൻ പറ്റില്ല അവൾക്ക്. എല്ലാവരും വിശ്വസിക്കുമായിരിക്കും, പക്ഷേ ഞാൻ വിശ്വസിക്കില്ല. എടി, നിധി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. നീ ഒപ്പിച്ച എന്തോ ഒരു പണി ആ ചതിക്കുഴിയിൽ നിധി വന്ന് വീണു, ശരിയല്ലേ? ശരിയാ. മര്യാദയ്ക്കുള്ള വഴികൾ ഒരുപാട് നോക്കിയതാ, പക്ഷെ അവള് വന്ന് വീഴുന്നില്ല. ഒരു ഗതിയില്ലാതായപ്പോഴാ ഞാൻ ഈ അറ്റകൈ പ്രയോഗം നടത്തിയത്. നന്നായി, ഇതെന്തായാലും നന്നായി. ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനമാവുമല്ലോ. 24 മണിക്കൂർ സമയമല്ലേ അവര് പറഞ്ഞേക്കുന്നത്. അതിനുള്ളിൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അതോടെ രണ്ടെണ്ണം ഇവിടുന്ന് വെളിയിലാവുകയും ചെയ്യും. അവരൊന്നും കണ്ടുപിടിക്കില്ലല്ലോ, ഉറപ്പല്ലേ? ഉറപ്പ്. എല്ലാ വഴിയും ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിലൊക്കെ നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസം. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. എന്ത് സംശയം? വിശേഷമുണ്ടെന്ന് നീ പറഞ്ഞത് സത്യം തന്നെയല്ലേ? അല്ല, അമ്മേന്താ അങ്ങനെ ചോദിച്ചേ? വേറൊന്നുമല്ല, കഴിഞ്ഞ ആഴ്ചയെ ഞാൻ ആ സൂര്യമംഗലം ജോത്സ്യരെ കണ്ട് പ്രശ്നം വെച്ച് നോക്കിയതാ. 1 വർഷം കഴിയാതെ നിനക്ക് സന്താനഭാഗ്യം ഇല്ലെന്നാ പുള്ളി പറഞ്ഞത്. സൂര്യമംഗലം ജോത്സ്യരും അപ്പൊ കൃത്യമായിട്ടൊക്കെ പ്രവചിക്കാൻ തുടങ്ങിയോ? ഇങ്ങനെ കാര്യം കൊണ്ട് തോറ്റല്ലോ. നീ എന്താ ആലോചിക്കുന്നത്? അല്ല, ഞാൻ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഡോക്ടറാണോ അത് ജോത്സ്യരാണോ? ഡോക്ടർ പറയുന്നതിനപ്പുറം ഒന്നും വരില്ലല്ലോ ആ പൊട്ട ജോത്സ്യര്. ശിവാനി, ഒന്നിങ്ങ് വന്നേ. എന്താ ആന്റി? കാര്യം അറിഞ്ഞാലേ നീ വരത്തോളോ? നീ ഇങ്ങോട്ടൊന്ന് വന്നേ. അതെ മോളെ, ഞാൻ ഇറങ്ങാൻ പോവാ. ഇറങ്ങുന്നവരൊക്കെ ഇറങ്ങിക്കോ. ഇത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാ. ശിവാനി, നിന്നോടല്ലേ പറഞ്ഞത് വരാൻ? ചെല്ലട്ടെ. എന്താ ആന്റി? വാ. ഒരു ടെൻഷനും ഇല്ലാതെ നീ നിന്റെ അമ്മയോട് കുശലവും പറഞ്ഞു നിൽക്കുക അല്ലേ? അല്ല, ഞാനെന്തിനാ ആന്റി ടെൻഷൻ ആവുന്നേ? എല്ലാം നമുക്ക് പോസിറ്റീവായിട്ടേ വരൂ. ആന്റി നോക്കിക്കോ, ഗൗതവും നിധി എന്തൊക്കെയോ മലമറിക്കുമെന്നും പറഞ്ഞ് ചാടി പുറപ്പെട്ടല്ലോ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പട്ടി ചന്തയ്ക്ക് പോയതുപോലെ തിരിച്ചിങ് വരും. പിന്നെ ആന്റിയുടെ തനി സ്വരൂപം പുറത്തെടുത്താൽ ഗൗതമിന് വാക്ക് പാലിക്കേണ്ടി വരും. നിധി അതോടെ പുറത്താവുകയും ചെയ്യും. നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. ആ ഗുളിക എങ്ങനെ ഇവിടെ എത്തിയെന്ന് തെളിയിക്കാൻ ഗൗതമിനും നിധിക്കും കഴിയില്ല എങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കാൻ ഗൗതം ബാധ്യസ്ഥനാണ്. പക്ഷേ അതിലൊരു കുഴപ്പം കൂടിയുണ്ട് ശിവാനി. കുഴപ്പമൊക്കെ എനിക്കറിയാം. നിധിക്ക് ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്ന ഒപ്പം ഗൗതവും ഇറങ്ങും. അത് ആന്റിക്ക് സഹിക്കാൻ പറ്റില്ല, ശരിയല്ലേ? ഗൗതമിന്റെ കാര്യമൊക്കെ നീ വിട്ടേക്ക്. അവൻ ഇവിടുന്ന് ഇറങ്ങിയാലും എങ്ങനെ അവനെ തിരിച്ചു വിളിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പറഞ്ഞതേ വേറൊരു കാര്യമാ. ആ ഗുളിക നീ ഇവിടെ എത്തിച്ചത് എങ്ങനെയാണെന്ന് അവര് തെളിയിച്ചാലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ. നിധിക്ക് പകരം നിനക്കായിരിക്കും ഈ വീടിന്റെ പടി ഇറങ്ങേണ്ടി വരുന്നത്. അല്ല, അങ്ങനെ സംഭവിക്കോ? സംഭവിക്കാം. കാരണം നിന്നെ സഹായിച്ച ആ പയ്യൻ ഇപ്പോഴും അവിടെ തന്നെ കാണില്ലേ? ഗൗതവും നിധിയും മെഡിക്കൽ സ്റ്റോറിൽ എത്തുന്നതിന് മുൻപേ എല്ലാ ലൂപ്പ് ഹോൾസും അടച്ചോ നീ? അല്ലേലേ കളി മാറും, തിരിഞ്ഞു കൊത്തും. വിഷമേൽക്കുന്നത് നിനക്കായിരിക്കും. ഇവര് രണ്ടുപേരും അല്ല. എന്താ സാർ? അല്ല, ഇവിടെ വേറൊരു സെയിൽസ്മാൻ ഉണ്ടായിരുന്നല്ലോ,
അയാളൊന്ന് കാണണമായിരുന്നു. വേറൊരാളെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ പേരുണ്ട്. എൻ്റെ പല മെഡിക്കൽ സ്റ്റോറുകളിലെയും സ്റ്റാഫുകൾ റൊട്ടേറ്റ് ചെയ്താ ജോലി ചെയ്യുന്നത്. പേരറിയോ സാറിന്? പേര് അതറിയില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12 മണിയോടെ ഞാനിവിടെ ഒരു മെഡിസിൻ വാങ്ങാൻ വന്നിരുന്നു. അപ്പം ഉണ്ടായിരുന്ന ആളാ. പുള്ളി ഒറ്റയ്ക്കായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് നിന്നത് രാഹുലായിരുന്നു സാർ. സാർ ഇന്നലെ രാവിലെ ബാങ്കിൽ പോയില്ലായിരുന്നു. എന്താ സാറേ കാര്യം? ഇയാളായിരുന്നോ മാഡം? ഇയാളാണ് രാഹുൽ. ആ അതെ, ഇയാള് തന്നെ ഇവിടെ ഉണ്ടായിരുന്നത്. പുള്ളിക്കാരൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞു തരാമോ? നമ്പര് ഒരു മിനിറ്റ്, ഞാൻ ടൈപ്പ് ചെയ്തോട്ടെ. ഫോൺ സ്വിച്ച് ഓഫാ. ഈ പറഞ്ഞ രാഹുൽ ഇനി എപ്പോൾ വരും? അവൻ രാവിലെ വന്നതാ. പെട്ടെന്ന് സുഖമില്ല എന്ന് പറഞ്ഞ് ബാഗ് എടുത്ത് അവൻ ഒറ്റ പോക്കങ്ങ് പോയി. അല്ലേലും ഇത് അവൻ്റെ സ്ഥിരം പരിപാടിയാ. അതാ എവിടെയും നിർത്താത്തത്. അല്ല, കാര്യം എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ഇന്നലെ ഇവിടെ വന്നൊരു മെഡിസിൻ വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ, അതിൽ ചെറിയൊരു കുഴപ്പം പറ്റും. കുഴപ്പോ? എന്ത് കുഴപ്പമാ? ഏയ് അത്ര വലിയ ഇഷ്യൂ ഒന്നുമല്ല. എനിക്കതിന്റെ ബില്ല് തന്നില്ല. പ്രിന്റർ കംപ്ലൈന്റ് ആണെന്നാ പുള്ളിക്കാരൻ പറഞ്ഞത്. പ്രിന്റർ കംപ്ലൈന്റോ? എപ്പോ? 2 ദിവസമായിട്ട് കംപ്ലൈന്റ് ആയി കിടക്കുവാണെന്ന് പറഞ്ഞു. അവൻ വെറുതെ വരുമെന്ന് പറയുന്നതാ. നിങ്ങൾക്ക് ബില്ലല്ലേ വേണ്ടത്? ഞാൻ എടുത്തു തരാം. ആ പ്രിസ്ക്രിപ്ഷൻ ഇതാ. ദാ. പന്ത്രണ്ട് 17 ടൈം. ശിവാനി എന്നല്ലേ പേഷ്യന്റിന്റെ പേര്? ആ അതെ. പക്ഷെ ഈ പ്രിസ്ക്രിപ്ഷന്റെ മരുന്നല്ലല്ലോ ഇവിടെ എൻട്രി ആയിരിക്കുന്നത്. ഞാൻ മെഡിസിന് വേണ്ടി കൊടുത്തത് ഈ പ്രിസ്ക്രിപ്ഷൻ തന്നെയാ. എനിക്ക് ഉറപ്പുണ്ട്. സാർ അതിന്റെ ബില്ലൊന്ന് പ്രിന്റ് എടുത്ത് തരാമോ? ഓ, ബില്ല് തരാമല്ലോ. ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ മാറിപ്പോയതായിരിക്കും. ബില്ല് ചെയ്തിരിക്കുന്നത് അബോർഷനുള്ള ടാബ്ലറ്റാ. ഇതാണെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇവിടെ നിന്ന് കൊടുക്കാറില്ല. ആ സാർ, ഒരു ഉപകാരം ചെയ്യൂ. എനിക്ക് രാഹുലിന്റെ വീടൊന്ന് പറഞ്ഞു തരൂ. ഇത് രാഹുലിന്റെ വീടല്ലേ? അതേലോ. എന്താ സാറേ? ഞങ്ങള് രാഹുലിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതായിരുന്നു. ഒന്ന് വിളിക്കോ? അവനിവിടെ ഇല്ലല്ലോ. എവിടെ പോയതാ? രാവിലെ ചോറും പൊതിഞ്ഞു കെട്ടി ഞാൻ മെഡിക്കൽ സ്റ്റോറിലേക്ക് പറഞ്ഞു വിട്ടതാ. 1/2 മണിക്കൂർ മുൻപേ പോയതുപോലെ തിരിച്ചു വന്നു. അത്യാവശ്യമായിട്ട് എവിടെ പോണോന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയും ചെയ്തു. അല്ല, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ല. ഞങ്ങളിവിടെ സിറ്റിയിൽ ഒരു പുതിയ മെഡിക്കൽ സ്റ്റോർ തുറന്ന ഒന്നിലധികം ബ്രാഞ്ചുകളാണ് ഉദ്ദേശിക്കുന്നത്. മൊത്തത്തില് കാര്യങ്ങൾ ഏൽപ്പിക്കാനായി ഡിഫോം ഒക്കെ കഴിഞ്ഞ ഒരാളെ തപ്പി ഇറങ്ങിയപ്പോഴാ രാഹുലിന്റെ കാര്യം അറിഞ്ഞത്. ഞങ്ങൾക്ക് വേറെയും ബിസിനസ്സുകളൊക്കെ ഉണ്ടേ. ഇത് പൂർണ്ണമായും ഏൽപ്പിക്കാൻ ഒരാളെ വേണമായിരുന്നു. ആളൊക്കെ മിടുക്കനാ, നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. പക്ഷെ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണ്ടേ?